വയനാട്ടിലെ കുറുവാദ്വീപിലെ മുളച്ചങ്ങാടത്തിന് പ്രത്യേകതകൾ ഒരുപാടാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ഒരു ചങ്ങാടത്തിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം. ഹായ് എവരിവൺ, എൻജസ് ബ്രാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറുവാദ്വീപിലാണുള്ളത്. കുറുവാദ്വീപിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുളച്ചങ്ങാടത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആ ഒരു മുളച്ചങ്ങാട് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പച്ചമുളകളും പിന്നെ ആ ഒരു മുളച്ചങ്ങാട് ഉണ്ടാക്കുന്നതാണ് ആ കാണുന്നത്. ഈ ഒരു മുളച്ചങ്ങാട് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന കബനി പുഴ ഉണ്ടല്ലോ, ഈ ഒരു കബനി പുഴ മുറിച്ച് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചങ്ങാടം യൂസ് ചെയ്യുന്നത്. ഈ ഒരു കബനി പുഴ കടന്നിട്ട് വേണം നമ്മളെ കുറുവാദ്വീപിലുള്ള മറ്റ് ദ്വീപുകൾക്കൊക്കെ പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചങ്ങാടം യൂസ് ചെയ്യുന്നത്. നമ്മളാ കാണുന്നത് മുമ്പ് ഈ ഒരു ഇതുപോലുള്ള മുളകളൊക്കെ യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു മുളച്ചങ്ങാടാണ്. അത് കുറച്ച് പഴയതാണ്. ആ ഒരു ചങ്ങാടാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചങ്ങാടം ഉണ്ടാക്കുന്ന രീതിയും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നേരിട്ട് പോയി ചോദിച്ച് അന്വേഷിക്കാം. ചങ്ങാടാണ്, മുളച്ചങ്ങാടാണ്. അതായത് ഇത് ശരിക്ക് പിന്നെ പ്രകൃതിക്ക് യാതൊരു ദോഷവും ഇല്ലാത്തതും അതുപോലെ തന്നെ പൊല്യൂഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് നല്ല മുള കൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു ചങ്ങാടാണ്. ചങ്ങാടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറിയില്ല, അതായത് ഒരിക്കലും സംഭവം മറിയില്ല. അതിന് വെയിറ്റ് കൂടിയാലും വെള്ളം മുകളിൽ കയറി വരും എന്നല്ലാതെ ഒരു കാരണവശാലും മറിയാൻ സാധ്യത കുറവാണ്. പിന്നെ അപകടവും തീരെ ഇതിൽ ചങ്ങാടത്തിൽ കുറവാണ്. ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ അപകടം തീരെ കുറയും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ 2 വർഷം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. 2 വർഷം മാക്സിമം 3 വർഷം. ഓരോ വർഷം കഴിയുമ്പോഴും മുകളിലത്തെ ലെയർ, അതായത് മുള കൊണ്ട് മടഞ്ഞിരിക്കുന്ന മുള ചീകി മടച്ചിലൊന്ന് മാറ്റി കൊടുക്കണം. അതിനുശേഷം പിന്നെ അടുത്ത 2 വർഷം കൂടി ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അപകടം തീരെ സാധ്യത കുറവാണ്. പിന്നെ പൊല്യൂഷൻ പോലുള്ള സംഭവങ്ങൾ, വെള്ളത്തിൽ വേറെ മാലിന്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഈ ആളുകളുടെ കപ്പാസിറ്റി വെയിറ്റിനനുസരിച്ചാണ് ആൾക്കാരുടെ കപ്പാസിറ്റി. ഇതിപ്പോൾ ഒരു 3.5 മീറ്റർ 3.40 വീതിയും 8 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇതിലൊരു 50 പേര് മാക്സിമം നമ്മൾ ഒരു ആവറേജ് വെയിറ്റുള്ള ആൾക്കാർക്ക് 50 പേർക്ക് സഞ്ചരിക്കാൻ പറ്റും ചങ്ങാടത്തിൽ. അപ്പോൾ അതൊക്കെയാണ് ഈ ചങ്ങാടത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മുളേൻ്റെ ഈ വലിപ്പത്തിനനുസരിച്ച് തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലെയർ കുറയ്ക്കുകയാണെങ്കിൽ 2 ലെയർ ആണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കുറയും. 3 ലെയർ ഉണ്ട് ശരിക്ക് ഈ ചങ്ങാടത്തിന്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂട്ടി ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. വെയിറ്റ് അനുസരിച്ച് ആൾക്കാരെ കൊണ്ടുപോകും. മാക്സിമം 50 പേർക്ക് ഇപ്പോൾ ഒരു ആവറേജ് ആൾക്കാർക്ക് 50 പേർക്ക് ഇതിൽ സഞ്ചരിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ മുളച്ചങ്ങാടത്തിൻ്റെ പ്രത്യേകതകൾ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാത്ത ഈ ഒരു സിസ്റ്റം നമുക്ക് മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയും ഈ ഒരു ക്ലിപ്പും നമ്മളെ കുറുവാദ്വീപിൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതായിരുന്നു. പക്ഷേ ഇതൊന്നും കൂടി ഇത് മാത്രം പ്രൊമോട്ട് ചെയ്യപ്പെടണം, അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് മാത്രമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.